പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനമറിയിക്കുന്നു. ഈ ഫേസ്ബുക്ക് ലൈവുമായി നിങ്ങളുടെ മുമ്പിൽ ഇന്ത്യ ഹാർട്ട്ലാൻഡ് മിഷന് വേണ്ടി കടന്നു വരുവാൻ ദൈവം അവസരം തന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവർക്കും ഇന്ന് പകൽക്കാലം ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും ദൈവത്തിന്റെ വലിയ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ പകരപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മറക്കാതെ ഈ ലൈവ് കാണുകയും നിങ്ങളുടെ സ്നേഹിതർക്ക് നിങ്ങൾ ഈ ലിങ്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്താൽ അത് അനേകർക്ക് പ്രയോജനമായി തീരും. ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിക്കുവാനുണ്ട്, ദൈവത്തിന് നമ്മോട് ഇടപെടുവാനുണ്ട്. കാരണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുമായി ഞാൻ സംവാദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയും അതോടനുബന്ധിച്ചുള്ളതായ ദൈവസഭയുടെ ദൗത്യവും ദൈവത്തെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്ന അത്യാവശ്യമായിരിക്കുന്ന ചില വസ്തുതകൾ നിരത്തി വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ, അത് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യം നിങ്ങളോട് പറയട്ടെ. ഈ ഇന്ത്യ ഹാർട്ട്ലാൻഡ് മിഷനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറയാതിരിക്കുന്നത് ശരിയാകില്ലല്ലോ. എൻ്റെ സഹോദരനും സ്നേഹിതനുമായ പാസ്റ്റർ പ്രസാദ് വർഗീസ് ഇന്ത്യ ഹാർട്ട്ലാൻഡ് മിഷന് നേതൃത്വം നൽകുന്നു. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനും യേശുക്രിസ്തുവിനോടുള്ള തന്റെ സ്നേഹവും ദൈവസഭയോടുള്ള തന്റെ കരുതലും സുവിശേഷം എത്തിയിട്ടില്ലാത്ത ജാതി സമൂഹങ്ങളിൽ, ഭാഷാ സമൂഹങ്ങളിൽ, ഗോത്ര സമൂഹങ്ങളിൽ യേശുവിന്റെ വചനവുമായി സുവിശേഷവുമായി കടന്നു പോകുവാനുള്ള തന്റെ സന്നദ്ധത ഇത് അഭിനന്ദനാർഹമാണ്. കാരണം അനേക യൗവനക്കാർക്കും അതിന് സാധിക്കാതിരിക്കുമ്പോൾ അവരുടെ കംഫർട്ട് സോൺ മാത്രം, അവരുടെ കംഫർട്ട് ലെവലിൽ നിന്നുകൊണ്ട് മാത്രം അവർ കർത്താവിനെ സേവിക്കുവാൻ ശ്രമിക്കുമ്പോൾ പട്ടണങ്ങൾ വിട്ട് ഇന്ത്യയുടെ ഹൃദയഭൂമിയായ മധ്യപ്രദേശിലേക്കും രാജസ്ഥാനിലേക്കും ഗുജറാത്തിലേക്കും ഛത്തീസ്ഗഡിലേക്കുമുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ഗോത്രവർഗങ്ങളുടെ താമസ സ്ഥലമായ അങ്ങ് യാത്ര ചെയ്ത് അവിടെ എത്തുവാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായ പ്രദേശങ്ങൾ തിരഞ്ഞെടുത്ത് താൻ കർത്താവിനെ സേവിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിന് വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന അനവധിയായ തദ്ദേശീയരായ കർത്താവിന്റെ ദാസന്മാരെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അനേക ഗോത്രങ്ങളിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എത്തിക്കുവാൻ അവർ നടത്തുന്ന ക്ഷീണപരിശ്രമം അഭിനന്ദനാർഹമാണ്, അനേകർക്ക് മാതൃകാപരമാണ്. ഇനിയും എന്റെ പ്രാർത്ഥനയാണ് ഉത്തരഭാരതത്തിന്റെ ഹൃദയഭൂമിയിലേക്ക് തന്നോട് കൂടെ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ദൈവം അനേകരെ എഴുന്നേൽപ്പിക്കട്ടെ. അനേക ഭാഷാ സമൂഹങ്ങളിൽ നിന്ന്, അനേക ജാതി സമൂഹങ്ങളിൽ നിന്ന് ക്രോസ് കൾച്ചറൽ മിഷണറിമാരായ അനേകരെ എഴുന്നേൽപ്പിച്ച് വേലയ്ക്ക് പറഞ്ഞയക്കുവാൻ, സഭകൾ സ്ഥാപിക്കുവാൻ, അനേകർക്ക് അത് പ്രയോജനമായി തീരുവാൻ ദൈവം ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും അതിനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ സമൂഹം ഇന്ന് വല്ലാത്ത പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ താമസിക്കുന്നവർക്കറിയാം, പ്രകൃതി ദുരന്തങ്ങള്, കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ളതായ ജലപ്രളയങ്ങള്, വിമാനാപകടം, മഹാമാരിയായ COVID-19 പ്രതിസന്ധി പല ഘട്ടങ്ങളിലും ഇന്ന് നമ്മൾ അനുഭവിച്ചു. പല വൈതരണികളിൽ കൂടെ കേരള സമൂഹം കടന്നു പോകുന്നു. ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാക്ക് നമുക്ക് കഷ്ടപ്പെടുന്ന, വേദനയിൽ കൂടെ കടന്നു പോകുന്ന നമ്മുടെ ജനസമൂഹത്തെ നമുക്ക് ഓർത്തൊന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങൾ എന്നോടുകൂടെ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഹൃദയം ദൈവസനയിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് ഒരു നിമിഷം വേദനിക്കുന്നവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് ആ പ്രകൃതി ദുരന്തത്തില് മണ്ണിടിഞ്ഞ് എത്രയോ ജീവിതങ്ങൾ പൊലിഞ്ഞുപോയി, നനച്ചിരിക്കാത്ത നിമിഷത്തിൽ മരണം അവരെ മാടി വിളിച്ചു, അവരിൽ നിന്ന്, അവരുടെ കുടുംബത്തിൽ നിന്ന് അവരുടെ ജീവനെ തട്ടിയെടുത്തു. വിമാന ദുരന്തത്തിൽ എത്രയോ ജീവിതങ്ങൾ പൊലിഞ്ഞു. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരല്ലേ? നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കൊറോണ വൈറസിന്റെ പ്രതിസന്ധിയിൽ നമ്മുടെ സമൂഹം വലഞ്ഞിട്ട് നാളേറെയായി. നമ്മുടെ സാധാരണഗതിയിലേക്കുള്ള ജീവിതം ഇനി എന്ന് അവിടേക്ക് മടങ്ങിപ്പോകുവാനാകും എന്ന് നമ്മൾക്ക്
ഉറച്ച ഒരു തീരുമാനവും എടുക്കാൻ കഴിയുന്നില്ല. ജീവിതത്തിന് തന്നെ ഒരു വ്യക്തതയില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് നാം വന്നിരിക്കുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായ ഒരു സെക്കൻഡ് നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളുടെ ദേശത്തോട് കരുണ കാണിക്കണമേ, ദൈവസഭയോട് കരുണ കാണിക്കണമേ. ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ വ്യാപാരം അനുഭവിക്കുവാൻ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സഭകൾക്ക്, ഞങ്ങളുടെ വ്യക്തികൾക്ക് ഒരു മടങ്ങിവരവും സുവിശേഷത്തോടുള്ള ഒരു സ്നേഹവും ദൈവസഭയോടുള്ള ഒരു കരുതലും ഉണ്ടാകേണ്ടതിന് കർത്താവെ, കഷ്ടപ്പെടുന്ന ജനതയോടുള്ളതായ ഒരു ഐക്യദാർഢ്യം ഉണ്ടാകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. വേദനിക്കുന്നവരെ ഓർക്കണമേ കർത്താവേ. വീണ് കിടക്കുന്നവരെ ചേർത്ത് പിടിക്കുവാൻ കൃപ നൽകണമേ. അവർക്ക് ആവശ്യമായ സഹായം എത്തിക്കുവാൻ കൃപ നൽകണമേ. ആഹാരമില്ലാത്തവരെ ഓർക്കണമേ. ഭവനം നഷ്ടപ്പെട്ടവരെ ഓർക്കണമേ. പ്രകൃതി ദുരന്തത്താൽ കഷ്ടപ്പെടുന്നവരെ ഓർക്കണമേ കർത്താവേ. അവരുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവര്, സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവര്, ജീവിതത്തിന്റെ അത്താണിയായിരുന്ന ഏകരായിരുന്നവർ നഷ്ടപ്പെട്ട വേദനയിൽ കൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വെളിപ്പാട് ജ്ഞാനവും നൽകി ഞങ്ങളുടെ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. വ്യർത്ഥമായതിനെ ഭജിക്കുവാനല്ല, ജീവനുള്ള ദൈവത്തിങ്കിലേക്കുള്ള ഒരു മടങ്ങി വരവ് ഈ ദിവസങ്ങളിൽ സാധ്യമാകണമേ. ഞങ്ങളുടെ മനസ്സ് തന്നെ കർത്താവെ, ഞങ്ങൾ തിരിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയാണ്. ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ കൃപയിൽ പൊതിയണമേ. ഇന്നത്തെ വചനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ക്രിയ ചെയ്യുവാനുണ്ട്. അങ്ങ് അത് ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു മൂലം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അപ്പോ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ചില വിഷയങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് നമുക്ക് ദൈവവചനത്തിന്റെ മുമ്പാകെ ചിന്തിക്കുവാനായിട്ട് ഇടയാകട്ടെ. എന്റെ ഹൃദയത്തിൽ ദൈവം പ്രകാശിപ്പിച്ചതായ ഒരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉത്തര ഭാരതത്തിലെ വേലയ്ക്ക് നിങ്ങൾ എങ്ങനെ സഹായമായി തീരുവാൻ കഴിയും എന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാസ്റ്റർ പ്രസാദ് വർഗീസിനെ പോലെയുള്ളതായ സുവിശേഷകന്മാർക്ക് നിങ്ങൾ എങ്ങനെ കൈത്താങ്ങൽ കൊടുക്കാം, അവർക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കാം, അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം എങ്ങനെ എത്തിച്ചു കൊടുക്കാം, അവർക്ക് ആവശ്യമായ സഹകരണം നിങ്ങളിൽ കൂടെ മറ്റുള്ളവരിൽ കൂടെ എങ്ങനെ ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ എത്തിച്ചു കൊടുക്കാമെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായ സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ ഈ ശുശ്രൂഷയ്ക്കിടയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ഹൃദയത്തിൽ ദൈവം പ്രകാശിപ്പിച്ച ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി ഞാൻ പങ്കുവെക്കട്ടെ. അതായത്, നമ്മെ ഏത് ഉദ്ദേശത്തിന് വേണ്ടി, ലിവിങ് ഫോർ ദ പർപ്പസ് ഗാഡ് ഹാസ് സേവ്ഡ് us for, അതായത് ദൈവം നമ്മെ എന്തിന് രക്ഷിച്ചുവോ, ഏത് പർപ്പസിന് വേണ്ടി രക്ഷിച്ചുവോ അതിനുവേണ്ടി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിത ദൗത്യമായി നാം ഏറ്റെടുക്കുക. ഒരുപക്ഷെ നിങ്ങൾ സുവിശേഷ സ്നേഹി അല്ലെങ്കിൽ സുവിശേഷത്തെ ആഴമായി സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ഈ വിഷയം അത്ര താല്പര്യമുള്ളതായി തോന്നുകയില്ല. അതെ, സുവിശേഷം വരെ എല്ലാവരും ചെയ്യുന്നതല്ലേ, അതിനെക്കുറിച്ച് ഇപ്പൊ മഹത്വീകരിക്കേണ്ട എന്ത് വിഷയമാണുള്ളതെന്നൊക്കെ ഒരു പക്ഷേ ചിന്തയുണ്ടായിരിക്കാം. എന്നാൽ അത് അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല. കാരണം സുവിശേഷം എന്ന് പറയുന്നത് ദൈവം തമ്പുരാന്റെ ഹൃദയത്തിൽ അങ്കുരിച്ചതായ ചിന്തയാണ്. അത് മാനുഷികമല്ല. പൗലോസ് പറയുന്നത് ഇത് മാനുഷികമല്ല, ഞാനിത് മനുഷ്യരോട് പഠിച്ചിട്ടില്ല, മനുഷ്യരാരും എനിക്ക് ഉപദേശിച്ച് തന്നിട്ടില്ല, പിന്നെയോ ഇത് ദൈവം എന്നെ ഏൽപ്പിച്ചതാണ്. താൻ പറയുന്നത് ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നതും. ദൈവം നമ്മെ ഏൽപ്പിച്ചതാണിത്, നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ്. ഞാൻ സുവിശേഷ വേലയിലായിട്ട് ഉത്തരേന്ത്യയുടെ ഹൃദയഭൂമിയിൽ കഴിഞ്ഞ 44 വർഷം ഈ യേശുവിനെ സേവിക്കുവാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നു. അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരങ്ങളെ, ഇത് മനുഷ്യൻ ഞങ്ങളെ ഏൽപ്പിച്ചതല്ല, മനുഷ്യരിൽ നിന്ന് ഞങ്ങൾ പ്രാപിച്ചിട്ടില്ല, ഞങ്ങളിത് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ചെയ്യുന്നതുമല്ല. മനുഷ്യരിൽ നിന്ന് എന്ത് കിട്ടുമെന്നുള്ള ചിന്തയിൽ, ഇതിനകത്തിൽ നിന്ന് എന്ത് അടിച്ചു മാറ്റാമെന്നുള്ള ചിന്തയിലല്ല ഞങ്ങൾ സുവിശേഷ വേല ചെയ്യുവാൻ ഇറങ്ങിയത്. ഞങ്ങളുടെ ജീവിതത്തിന്റെ നല്ല യൗവനം, ഞങ്ങളുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും യേശുവിന് വേണ്ടി ഉത്തരേന്ത്യയുടെ വയൽമേലകളിൽ ഞങ്ങൾ അധ്വാനിക്കുന്നത്
രാവും പകലും ആത്മാക്കളെ കുറിച്ചുള്ള ഭാരത്തോടെ രാത്രിയും പകലും ഞങ്ങൾ കരഞ്ഞ് ദൈവസനയിൽ ഇടിവിൽ നിൽക്കുന്നത് ജാതി സമൂഹങ്ങൾക്ക് വേണ്ടി, ഭാഷാ സമൂഹങ്ങൾക്ക് വേണ്ടി, ഗോത്ര സമൂഹങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നത്, അവരുടെ ഇടയിലേക്ക് കാൽനടയായി അനേകം കിലോമീറ്ററുകൾ നടക്കുന്നത്, കാളവണ്ടിയിൽ സഞ്ചരിച്ചത്, ട്രാക്ടറിൽ കയറിപ്പോയത്, ട്രക്കിന്റെ പുറത്ത് കയറിപ്പോയത്, ചിലപ്പോൾ ബസ്സിന്റെ പുറത്ത് കയറിപ്പോയിട്ടുണ്ട്. ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ഞങ്ങളെ ഇത് ഏൽപ്പിച്ചത് സർവശക്തനായ ദൈവമാണ്. ഇവിടെ ഞങ്ങൾക്കൊരു പ്രതിഫലം കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതുമില്ല. കിട്ടിയാൽ സ്തോത്രം, കിട്ടിയില്ലെങ്കിലും ഞങ്ങൾക്ക് പരാതിയില്ല. കാരണം ഇത് ഞങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ചെയ്യുന്നതല്ല. സർവശക്തനായ ദൈവം ഞങ്ങളെ ഈ വേലയ്ക്ക് വിളിക്കുകയും വിശ്വസ്തരെന്ന് കണ്ട് ശുശ്രൂഷ ഫലമേൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വേല ചെയ്യുവാനായി താല്പര്യപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഘട്ടങ്ങളിലും നഷ്ടം വന്നപ്പോഴും, രോഗം വന്നപ്പോഴും, മരണത്തെ മുഖാമുഖമായി കണ്ടപ്പോഴും, അപകട ഭീഷണി നിലനിൽക്കുന്ന ഗോത്ര സമൂഹങ്ങളിൽ കാൽനടയായി ചെന്ന് അവരോടുകൂടെ അന്തി പാർക്കുന്നതും, അവരുടെ ഇടയിൽ നിന്നുള്ള ശുശ്രൂഷകളെ പരിശീലിപ്പിച്ച് വേലയ്ക്ക് പറഞ്ഞയക്കുന്നതും, ഇതിനകത്തിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന ലാഭമോ ഇതിനകത്തിൽ നിന്ന് വരാൻ പോകുന്ന നഷ്ടമോ ഇവ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുത്തിട്ടല്ല സഹോദരങ്ങളെ ദൈവം ഞങ്ങളെ ഈ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ടാണ്. അതെ, സെറ്റിംഗ് അവർ പ്രയോറിറ്റി സ്ട്രേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മുൻഗണനാക്രമം, നമ്മൾ ഏതിന് പ്രാധാന്യം കൊടുക്കുമോ അതിന് മുൻഗണന കൊടുക്കണം. എന്തായിരിക്കണം നമ്മുടെ പ്രാധാന്യം? ജീവിതത്തിന്റെ ഏത് വീക്ഷണത്തിനായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും വിലപിടിപ്പുള്ളതിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കും. ഏറ്റവും നിങ്ങൾ അതിസൂക്ഷ്മമായി സംരക്ഷിക്കേണ്ടത് നിങ്ങൾ വില കൊടുത്ത് സംരക്ഷിക്കും. അവ നിങ്ങൾ ഒരുപക്ഷെ ലോക്കറിൽ കൊണ്ടുവെക്കും. കള്ളൻ തുറന്ന് മോഷ്ടിക്കാത്ത ഏതെങ്കിലും ബാങ്ക് ലോക്കറിലായിരിക്കും നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ടത് നിങ്ങൾ സൂക്ഷിക്കാൻ തയ്യാറാകുക. അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമ്മുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിക്കുവാൻ അനുവദിച്ച യേശു തമ്പുരാൻ ക്രൂശിലെ മരണത്തോളം പിതാവിനെ അനുസരിച്ച് അവൻ യാഗമായി തീർന്ന ആ മഹാസുവിശേഷത്തിന്റെ ദൂത് പൗലോസ് പറയുന്നത്, ക്രൂശിന്റെ സന്ദേശം, the message of the cross, അത് നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും വിശ്വസിക്കുന്ന നമുക്കോ അത് ജീവരക്ഷയുമാകുന്നുവെന്നാണ്. അതെ, വിശ്വസിക്കുന്നവർക്കെല്ലാം ജീവരക്ഷ നൽകുവാൻ ദൈവം ഇന്ന് പ്രസാദിച്ചിരിക്കുന്നു. അവന്റെ വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിശ്വസിക്കുന്നവരേവനും രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം അതിനെ നൽകുവാൻ ദൈവം അതിസമ്പന്നനാണ്. All they that call upon the name of the Lord shall be saved. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കപ്പെടുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. സംഗതി ഇതായിരിക്കെ സഹോദരങ്ങളെ, ഈ യേശുവിന്റെ മഹാദൗത്യ നിയോഗത്തെ നമ്മൾ എങ്ങനെ എടുക്കുന്നു? അതിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യത എന്താണ്? അതിന് എന്ത് വിലയാണ് ദൈവമക്കൾ കൊടുക്കുന്നത്? ആ ദൗത്യം ഏറ്റെടുക്കുവാൻ, ആ ദൗത്യവുമായി പുറപ്പെടുവാൻ, ആ ദൗത്യം ഏറ്റെടുത്ത് പുറപ്പെടുന്നവരെ പിറകിൽ നിന്നുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുവാൻ നമ്മൾ എന്താണ് നടപടിയെടുത്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രാധാന്യം ഈ വിഷയത്തിന് നമ്മൾ ഇത്രേ കൊടുത്തിട്ടുള്ളൂ. ഇതാണോ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ഇന്ന് പകൽക്കാലം ചിന്തിക്കേണ്ടതാണ്. അതെ, കർത്താവ് പറഞ്ഞു, seek ye first the kingdom of God and his righteousness, then all things will follow. മുൻപേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കണം. എന്ത് സംഭവിക്കും? ദൈവരാജ്യത്തെയും ദൈവത്തിന്റെ നീതിയെയും അന്വേഷിച്ചാൽ നമുക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ലോകം ഇങ്ങനെയായിരിക്കുമോ? നമ്മുടെ സമൂഹം ഇങ്ങനെയായിരിക്കുമോ? നമ്മുടെ ജീവിതം ഇങ്ങനെയായിരിക്കുമോ? നമ്മുടെ കുടുംബ അന്തരീക്ഷം ഇങ്ങനെയായിരിക്കുമോ? നമ്മുടെ സഭാ അന്തരീക്ഷം ഇങ്ങനെയായിരിക്കുമോ? നാം ദൈവരാജ്യത്തെയും ദൈവത്തിന്റെ നീതിക്കും മുൻഗണന കൊടുത്ത് നാം ജീവിച്ചാൽ ഇങ്ങനെയായിരിക്കുമോ? നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിത രീതി ഇത്തരത്തിലുള്ളതായിരിക്കുമോ എന്ന് ശാന്തമായി നാം ഒന്ന് ചിന്തിക്കണം. കാരണം യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായിട്ട് കൂടിയിരിക്കുന്നപ്പോൾ ഒരു വ്യക്തി വന്ന് ചോദിച്ചു, ഗുരു,
ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലുത് എന്ന് ചോദിച്ചു. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങളില് ആ മനുഷ്യൻ ചോദിക്കുകയാണ്, ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്റെ പോലെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, അതായത് നിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നത് ഒന്നാമത്തെ കൽപ്പനയും, രണ്ടാമത്തെ കൽപ്പന നിന്റെ സ്നേഹിതനെ, നിന്റെ സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അല്ല, യേശു ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഇതൊരു ചോദ്യവും അതിന്റെ ഉപചോദ്യവും ആണെങ്കിൽ ഒരു ഉത്തരവും അതിന്റെ ഉപ ഉത്തരവുമാണ്. ഒന്ന് പാർട്ട് എ ആൻഡ് പാർട്ട് ബി. ഒന്ന് പാർട്ട് എ, നിന്റെ ദൈവത്തെ സ്നേഹിക്കണം. പാർട്ട് ബി, നിന്റെ സഹോദരനെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനയും കൂടെ ചേർത്ത് വായിച്ചാൽ യേശു 10 കൽപ്പനയെ 2ആയിട്ട് ക്രോഡീകരിച്ചു. ഇന്ന് നമ്മുടെ ദൈവസഭകൾ ഈ തത്വത്തെ ഏറ്റെടുത്താൽ മഹാദൗത്യം എന്ന് പറയുന്ന സുവിശേഷ നിയോഗം നമ്മുടെ തലമുറയിൽ പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിയും. പക്ഷേ നാം അതിനെ മെനക്കെടുമോ? ദൈവരാജ്യത്തിന്റെ ചിന്ത നമ്മെ ഭരിക്കുമോ? മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ നാം മനസ്സ് വെക്കുമോ? മറ്റെന്തേക്കാളും അധികം, മറ്റ് എല്ലാറ്റിനേക്കാളും അധികം ദൈവരാജ്യത്തിന്റെ ചിന്തകളെ, യേശുവിന്റെ മഹാനിയോഗത്തെ നാം ഏറ്റെടുത്താൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ട്രാൻസ്ഫോംഡ് ആകും. നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റം സംഭവിക്കും. നമ്മുടെ കാഴ്ചയ്ക്ക് മാറ്റമുണ്ടാകും, നമ്മുടെ കാഴ്ചപ്പാടിന് മാറ്റമുണ്ടാകും, നമ്മുടെ ചിന്താധാരകൾ മാറും, നമ്മുടെ ചിന്തയുടെ അടിയൊഴുക്കുകൾ മാറും, നമ്മുടെ ജീവിത വീക്ഷണം മാറും, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും. കാരണം നമ്മെ ഭരിക്കുന്ന, നമ്മെ കൺസ്യൂം ചെയ്യുന്ന ഒരേ ഒരു ചിന്ത, എനിക്ക് ദൈവരാജ്യത്തെ എങ്ങനെ പ്രസംഗിക്കാം, ദൈവരാജ്യത്തിന് വേണ്ടി എങ്ങനെ ജീവിക്കാം എന്നുള്ള ഒരൊറ്റ ചിന്ത കൊണ്ട് നമ്മൾ കൺസ്യൂംഡ് ആയി പോകും. രണ്ടാമത്തെ ചിന്ത, ഈ ചിന്തയിൽ ഞാൻ കുറെ സമയം നിങ്ങളുമായി ചെലവഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ദ ഗ്രേറ്റ് കമ്മീഷൻ, മഹാനിയോഗം. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 54-ാമത്തെ വാക്യം യേശു ഇങ്ങനെ പറഞ്ഞു. തന്റെ ഉപമകളിൽ കൂടെ താൻ ജനത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു വന്ന് സ്വർഗരാജ്യത്തിന്റെ ചിന്ത 13-ാം അധ്യായം മത്തായി സുവിശേഷത്തിലേക്ക് ധാരാളമായി ഒന്നിനു പിറകെ ഒന്നായിട്ട് യേശു പല ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിന്റെ ചിന്ത മനുഷ്യ ഹൃദയങ്ങളിൽ ഊട്ടിയുറപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ താൻ 13-ന്റെ 44-ാം വാക്യത്തിൽ പറയുകയാണ്, സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച ഒരു നിധിയോട് സദൃശ്യം. നോക്കണേ, അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്തിൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. അപ്പോൾ ഒരു മനുഷ്യൻ, യേശു പറയുകയാണ്, അവൻ സ്വർഗരാജ്യത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ യേശു പഠിപ്പിച്ചതും നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും മറക്കരുത്. Thy kingdom come and thy will be done. കർത്താവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഈ ഞങ്ങളുടെ സമൂഹത്തിലും, ഞങ്ങൾ പാർക്കുന്ന ഭൂമിയിലും, ഞങ്ങളുടെ സഭയിലും, ഞങ്ങളുടെ കുടുംബത്തിലും, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ആയിത്തീരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച അരുമനാഥൻ താൻ പറയുകയാണ്, ഇത് വയലിൽ ഒളിപ്പിച്ചു വെച്ച വിലയേറിയ ഒരു നിധിയോട് സദൃശ്യമാണ്. It's a great treasure. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, thanks be to God for his unspeakable gift. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവമേ അങ്ങയ്ക്ക് സ്തോത്രം എന്ന് വെച്ചാൽ ഈ നിധിയുടെ വില മനസ്സിലാക്കാൻ കഴിയില്ല, ഈ നിധിയുടെ മൂല്യം കണക്കാക്കാൻ കഴിയില്ല. ഈ നിധി ഇതിനെത്ര വലിപ്പമുണ്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഇത് അമൂല്യമായ ഒരു നിധിയാണ്. ഇതിന്റെ വില ഇന്ന് ലോകം ഇന്ന് വരെ കണക്കാക്കിയിട്ടില്ല. ആ നിധി
കൈകാര്യം ചെയ്യുന്നവരാ നമ്മൾ ഓരോരുത്തരും. ആ നിധി ഈ മനുഷ്യൻ, യേശു പറയുകയാണ്, ആ വയലിൽ മറഞ്ഞിരിക്കുന്ന, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു നിധിയാണ്. ഇത് വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാ യേശു അടുത്ത് പറഞ്ഞത്? ഇതൊരു ഉപമയായി തള്ളിക്കളയരുത്. ഇതിനകത്തിലെ ചില ആത്മിക സത്യങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഇത് മനസ്സിലാക്കിയാൽ, ഈ തത്വം, ഈ പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയാൽ, വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതം അടിമുടി മാറും. നിങ്ങളുടെ കാഴ്ച മാറും, കാഴ്ചപ്പാട് മാറും, നിങ്ങളുടെ വിചാരധാര മാറും, നിങ്ങളുടെ ചിന്താശീലം മാറും. ഇതിനൊക്കെ അപ്പുറം ഈ നിധിയുടെ വില മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനു വേണ്ടി നിങ്ങൾ എന്തും ചെയ്യുവാൻ തയ്യാറാകും. ഇതിനു വേണ്ടി എന്ത് ചിലവും ചെയ്യുവാൻ തയ്യാറാകും. ഇതിനു വേണ്ടി എന്ത് ദൂരവും സഞ്ചരിക്കുവാൻ നിങ്ങൾ തയ്യാറാകും. ഇതിനു വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകും. ഇതിനു വേണ്ടി എന്ത് കഷ്ടതയും സഹിക്കുവാൻ നിങ്ങൾ തയ്യാറാകും. കാരണം നീ കൈകാര്യം ചെയ്യുന്ന ഈ നിധിയുടെ മൂല്യം ഇന്ന് വരെ ലോകം മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഇത് മറഞ്ഞിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ മറഞ്ഞിരിക്കുന്ന നിധി കർത്താവായിരിക്കുമെന്ന്. അങ്ങനെയും ചിന്തിക്കാം. എന്നാൽ ഈ മറഞ്ഞിരിക്കുന്ന നിധി, ഇന്നത്തെ ചിന്തയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള വിലപ്പെട്ട ഒരു സാധനം ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് മനുഷ്യന്റെ ആത്മാവാണ്. അപ്പോ യേശു ചോദിക്കുകയാണ്, അതായത് ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ട് അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ചിന്തിക്കുക, ഇത് ചിന്തനീയമാണ്. സകല ലോകവും നേടാം, പക്ഷേ സകല സമ്പത്തും നേടാം, സകല ഐശ്വര്യങ്ങളും സമ്പാദിക്കാം, സകലമായ വസ്തുവകകളും സമ്പാദ്യങ്ങളും കൂട്ടിവെക്കാം. എന്നാൽ അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ഒരു മനുഷ്യന്റെ വയല് നന്നായി വിളഞ്ഞു. അവൻ രാത്രി കിടന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും? എന്റെ ഞാൻ ധനാഢ്യനാണ്, ധനം കൂട്ടിവെക്കുവാൻ കളപ്പുര മതിയാകുന്നില്ല. അതുകൊണ്ട് അവൻ കിടന്ന് ചിന്തിക്കാൻ തുടങ്ങി, ഇതിനൊരു പരിഹാരമുണ്ടാകണം, അതിനൊരു പോംവഴി ഒന്നേ ഉള്ളൂ. നാളെ പകൽക്കാലം ഞാൻ എന്റെ ജോലിക്കാരോട് കൽപ്പിക്കും, ഈ ചെറിയ കളപ്പുര ഇടിച്ചു കളഞ്ഞ് ഒരു വിസ്താരമുള്ള കളപ്പുര ഉണ്ടാക്കണം. അതിനകത്തേക്ക് ഞാൻ എന്റെ ധാന്യമെല്ലാം കൂട്ടിവെക്കും. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയും, എന്റെ ആത്മാവോട് പറയും, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ദൈവം നിന്നെ ധാരാളമായിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നു, നിനക്ക് വലിയൊരു കളപ്പുരയുണ്ട്, ഇനി ധാരാളം ധാന്യങ്ങൾ ഇതിനകത്തേക്ക് കടത്തിവിടുവാൻ നിനക്ക് അവസരമുണ്ട്, നീ ധനാഢ്യനായി ജീവിതകാലം മുഴുവനും കഴിയും. എന്നിട്ട് നിന്റെ ധനം മുഴുവനും നീ നിന്റെ കുഞ്ഞുങ്ങളിലേക്ക് നീ കടത്തിവിടും. അവൻ ഇതിനൊക്കെയും ദൈവം എന്നൊരു വ്യക്തി ഉണ്ടെന്ന് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ദൈവമാണ് നമ്മുടെ ശ്വാസവും നമ്മുടെ ജീവനും കയ്യിൽ വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായില്ല. നമ്മുടെ ആരോഗ്യവും നമ്മുടെ ബലവും ദൈവത്തിൻ്റെതാണെന്ന് മനസ്സിലായില്ല. ദൈവം തരാതെ ഒരു നന്മയും നമുക്കില്ലെന്ന് അവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അവന്റെ ധനസമൃദ്ധിയിൽ അവൻ മറന്നുപോയ ഒരു വിഷയം, സഹോദരങ്ങളെ, ദൈവം എന്നൊരു വ്യക്തി എന്റെ മുകളിലുണ്ട്. എന്നെ കാണുന്നവൻ, എന്റെ ധനത്തെ കാണുന്നവൻ, ഞാൻ എങ്ങനെ എന്റെ ധനത്തെ വിനിയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നവൻ എനിക്ക് മുകളിലുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ അവൻ പണിപ്പെട്ടില്ല. ദൈവം പറയുകയാണ്, മുഠാ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ ചോദിച്ചാൽ അത് പിന്നെ ആർക്കാകും? നീ ഈ സമ്പാദിച്ച് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇന്ന് രാത്രി നിങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് ചിന്തിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് ഇടപെടുകയാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ ഗൗരവതരമായി തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കേണ്ടവരല്ല, നാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രം സമ്പാദിക്കേണ്ടവരല്ല. നമുക്ക് മുകളിൽ ഒരു ദൈവരാജ്യമുണ്ട്, നമുക്ക് മുകളിൽ ഒരു കർത്താവുണ്ട്, അവന്റെ ഒരു മഹാദൗത്യമുണ്ട്. ആ മഹാനിയോഗമാണ് ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. സ്തോത്രം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ആരും നശിച്ചു പോകുവാൻ അവനിഷ്ടമില്ല.
ഇതാണ് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ദൈവം ക്രിസ്തുവിന് കൊടുത്ത കൽപ്പന. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ പുത്രനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. യോഹന്നാൻ 3:16 നമുക്ക് എല്ലാവർക്കും കാണാതറിയാം. അതിന്റെ ആത്യന്തിക അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ഇത് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവ് സകല ലോകത്തെക്കാൾ വിലപ്പെടുപ്പുള്ളതാണ്, അത് മൂല്യമുള്ളതാണ്. അതിന്റെ മൂല്യം ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ല. ഈ മൂല്യമുള്ള വസ്തുവിനെ വീണ്ടെടുക്കുവാനാണ് വീണ്ടെടുപ്പുകാരൻ അവതരിച്ചത്. അവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അത് മറന്നു പോകരുത്. ഈ ആത്മാക്കളെ വീണ്ടെടുക്കുവാനുള്ള ത്വരയിലാണ് സുവിശേഷകന്മാരായ ഞങ്ങൾ. അതിന് കഷ്ടപ്പെടണം, അതിന് അധ്വാനിക്കണം. കർത്താവ് പറഞ്ഞു, ഗോ ഇൻ ടു ഓൾ ദ വേൾഡ്. അതായത് നിങ്ങൾ പോകണം. നമ്മുടെ തത്വം എന്താണെന്ന് അറിയാമോ? നമ്മൾ നോട്ടീസ് അടിച്ചിട്ട് മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യും, നിങ്ങളെല്ലാവരും വാ വാ. പക്ഷെ കർത്താവ് പറഞ്ഞത് നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകണം. അവരുടെ അടുത്തേക്ക് പോയാൽ ഈ മഹാസന്ദേശം നിങ്ങൾക്ക് അവരുമായി പങ്കുവെക്കുവാൻ കഴിയും. 2 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, നീ വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക. നീ സകല ദീർഘക്ഷമയോട് കൂടെ അതായത് സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്ക. ഇത് ഞങ്ങളുടെ ദൗത്യമാണ്, ദൈവസഭയുടെ ദൗത്യമാണ്. ഞങ്ങളത് മറന്നു, നമ്മളത് മറന്നു. ഇന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളിലാണ് ഇന്ന് നമ്മുടെ സംവാദ വിഷയങ്ങളെന്നറിയാമോ? യേശുക്രിസ്തു എപ്പോ വരും? മഹോപദ്രവത്തിന് മുമ്പേ വരുമോ? മഹോപദ്രവത്തിന് ഇടയ്ക്ക് വരുമോ? മഹോപദ്രവം കഴിഞ്ഞു വരുമോ? പക്ഷേ നമ്മൾ യേശുവിന്റെ വരവിന് വേണ്ടി ഇങ്ങനെ തർക്കിച്ചും വാദിച്ചും കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാ വരുന്നതെന്ന്? മുന്നേ വരുമോ? ഇടയ്ക്ക് വരുമോ? അതോ ഇതെല്ലാം കഴിഞ്ഞിട്ട് കലാശക്കൊട്ട് കഴിഞ്ഞിട്ടാണോ വരുന്നത്? ഞാൻ പറയട്ടെ, മഹാദൗത്യം മറന്ന ദൈവസഭ ഇത് ചിന്തിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ. ദൈവത്തിന്റെ സന്ദേശം മറന്നുപോയ ദൈവസഭ ഇന്ന് മറ്റ് പല കാര്യങ്ങളും വ്യാപൃതരാണ്. അവർക്ക് യേശുവിന്റെ മഹാദൗത്യം വിഷയമല്ല. ക്രൂശിന്റെ സന്ദേശം മുഴങ്ങേണ്ടത് അവരുടെ ഉത്തരവാദിത്തമായി അവർ തോന്നുന്നില്ല. സഹോദരങ്ങളെ, ഈ പ്രസാദ് വർഗീസിനെ പോലെ കർത്താവിന് വേണ്ടി രാവും പകലും അത്യധ്വാനം ചെയ്യുന്ന വിശുദ്ധന്മാർക്ക്, സുവിശേഷകന്മാർക്ക് കൈത്താങ്ങായി നിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾ അത് ചെയ്യണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ സഹകരിക്കണം, നിങ്ങൾ സുവിശേഷകന്മാരെ പറഞ്ഞു വിടണം. അല്ലെങ്കിൽ ഒരു സുവിശേഷകനെയെങ്കിലും ഒരു കേരളത്തിലെ ലോക്കൽ സഭ വടക്കേ ഇന്ത്യയിലേക്ക് കടന്നു പോകുവാൻ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കതിന് കഴിയില്ല എന്ന് ആരാ പറഞ്ഞത്? 2 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ അതിന്റെ 5-7 വാക്യങ്ങളിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, നീയോ സകലത്തിലും നിർമ്മതനായിരിക്ക, കഷ്ടം സഹിക്ക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ഈ 4 കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ദൈവസഭയോട് ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ മറന്നു പോകരുത്. സകലത്തിലും നിർമ്മതനായിരിക്കുക, നീ കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ഇങ്ങനെ നിവർത്തിച്ച് ജീവിതത്തിൽ കൂടെ നല്ല സാക്ഷ്യം പ്രാപിച്ച ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്. 2 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം താൻ പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. നോക്കണേ, ഒരുപക്ഷെ പലരും ചിന്തിക്കും ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത പരിപാടിയാണ്, പ്രസംഗിക്കാൻ മാത്രമേ ഈസി ഉള്ളൂ, ജീവിച്ചു കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ജീവിച്ചു കാണിച്ചൊരു മനുഷ്യൻ പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. ഞങ്ങൾക്ക് കർത്താവിനെ സേവിക്കുന്നവരായി ഞങ്ങൾക്കുള്ള ഏക ആഗ്രഹം, അതെ, ഞങ്ങൾ കഷ്ടം സഹിക്കുന്നുണ്ട്, ഞങ്ങൾ സകലത്തിലും നിർമ്മതരായിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾ സുവിശേഷകന്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്, ഞങ്ങളുടെ ശുശ്രൂഷ ഞങ്ങൾ നിറപടിയായി നിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നിവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് വേദനയുണ്ടാകും, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേദനയുണ്ടാകും, ഞങ്ങൾ രോഗികളായി തീരും. മലേറിയ ഒരു പ്രശ്നമാണ്, ടൈഫോയിഡ് ഒരു പ്രശ്നമാണ്,
അതേ പൊല്യൂട്ടഡ് വാട്ടർ, ഞങ്ങൾ കുടിക്കുന്ന വെള്ളം അതേ പൊല്യൂട്ടഡ് ആണ്. അതിന് ഞങ്ങൾ വില കൊടുക്കേണ്ടി വരുന്നു. ഞങ്ങളുടെ ശരീരങ്ങൾ ഞങ്ങളുടെ രോഗത്താൽ ഭാരപ്പെടുന്നു. പലപ്പോഴും ഞങ്ങൾ മരണഭയത്തോളം, അതായത് മരണവാതിലുകളോളം ഞങ്ങൾ എത്തപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇതെല്ലാം അനുഭവിച്ചവരാണ്. ഞങ്ങളെ ഇതൊന്നും പിന്തിരിപ്പിക്കാൻ കഴിയാത്തതിന്റെ കാരണം വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളും മനസ്സിലാക്കണം, ഈ വേല എളുപ്പമായത് കൊണ്ടോ, ഈ വേല ലാഭകരമായത് കൊണ്ടോ, ഈ വേലയ്ക്ക് കൂടുതൽ മാനസിക പ്രതിഫലം ലഭിക്കുമെന്നുള്ള ചിന്ത കൊണ്ടോ അല്ല. പിന്നെയോ ഇത് തമ്പുരാൻ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന മഹാദൗത്യമാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഇത് ഈ വിളി ഏറ്റെടുത്തതാണ്. അതെ, എന്റെ സമയം വളരെ മുന്നോട്ട് പോകുന്നു. ചുരുങ്ങിയ മിനിറ്റ് കൊണ്ട് ഞാനിത് ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഉദാഹരണം, ഈ വേലയ്ക്ക് ജീവൻ സമർപ്പിച്ച എത്രയോ വിശുദ്ധന്മാരെ എനിക്കറിയാം. എന്റെ കൂടെ കർത്താവിന്റെ വേല തുടങ്ങിയ എത്രയോ സഹോദരങ്ങൾ ലോകം വിട്ട് കടന്നുപോയി. അവരുടെ വേല തികച്ചു. ഈ അടുത്ത ഈ കൊറോണ വൈറസ് ബാധിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ എന്റെ അടുത്ത സ്നേഹിതരായി, എന്റെ ജൂനിയേഴ്സായി പഠിച്ച, എന്നോട് കൂടെ പഠിച്ച, എന്റെ വേലയിൽ സഹകരിച്ച എത്രയോ പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാമോ? വേദനയുണ്ട്. അവരിന്നും ഞങ്ങളോട് കൂടി അധ്വാനിക്കേണ്ടവരായിരുന്നു. പക്ഷേ അവരുടെ ഓട്ടം തികച്ച് അവർ അക്കരെ നാട്ടിലേക്ക് പോയി. ഇത് ലാഭകരമായത് കൊണ്ടല്ല, ഇമ്പകരമായത് കൊണ്ടല്ല. മനുഷ്യർ കയ്യടിക്കും, അതുകൊണ്ട് ആ കയ്യടി കാണുവാനും കേൾക്കുവാനുമല്ല ഞങ്ങളെ ഈ ദൗത്യം ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അത് നിർമ്മതരായിരിക്കുവാനും, കഷ്ടം സഹിക്കുവാനും, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുവാനും, ഞങ്ങളുടെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുവാനും ദൈവം ഞങ്ങൾക്ക് കൃപ തരുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അത് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വേല ചെയ്യുന്ന ഞങ്ങളെല്ലാം സുഖലോലുപരായി, ഞങ്ങൾ യാതൊരു പണിയുമില്ലാതെ വളരെ സുഷുപ്തിയിൽ ഞങ്ങൾ ആയിരിക്കുന്നുവെന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത്. ഞങ്ങൾ വേദനിക്കുന്നവരാണ്, ഞങ്ങൾ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്നവരാണ്, ഞങ്ങൾ കണ്ണുനീരൊഴുക്കുന്നവരാണ്. രാവും പകലും ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്നൊക്കെ ഇറക്കി വിട്ട എത്രയോ ചരിത്രങ്ങൾ എന്റെ കൂട്ടുവേലക്കാർക്കുണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ആഹാരം കഴിക്കുവാൻ നിവൃത്തിയില്ലാതെ ഞങ്ങൾ ഭാരത്തിൽ കൂടെ പോയിട്ടുണ്ട്. വേദനിക്കുന്നവരായിരുന്നു, രോഗികളായിരുന്നു. ഡോക്ടർമാർ വിധി എഴുതി ഇവൻ ജീവിക്കില്ല, ഇവനെ രക്ഷപ്പെടുത്തുവാൻ കഴിവില്ല എന്ന് അവരെത്രയോ പ്രാവശ്യം കുറിപ്പടി നൽകിയിട്ടുണ്ടെന്നറിയാമോ? വീട്ടിൽ കൊണ്ടുപോക്കോ. ഞങ്ങൾ എന്നും ജീവനോടിരിക്കുന്നെങ്കിൽ അതിന്റെ ഒറ്റ കാരണം ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം ചോര ഊറ്റിത്തന്ന അരിമനാഥന്റെ സുരക്ഷിതത്വത്തിലാണെന്ന് മാത്രമേ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളൂ. അതിൽ ഞങ്ങൾ പിന്മാറില്ല, പിന്തിരിഞ്ഞോടില്ല. അപകടം കണ്ട് അല്ലെങ്കിൽ അപകടം മണത്ത് ഞങ്ങൾ വഴിമാറിപ്പോകില്ല. ഈ ദൗത്യം ഞങ്ങളെ ഏൽപ്പിച്ചവൻ ഞങ്ങൾക്ക് കൃപ തരുന്നിടത്തോളം ഞാനും പാസ്റ്റർ പ്രസാദും ഈ വേല ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് വളരെ നല്ല ഓർമ്മകളുണ്ട് പാസ്റ്റർ പ്രസാദിനെ കുറിച്ച്. കാരണം അദ്ദേഹത്തിന്റെ പിതാവും കുടുംബവും ഒക്കെ ഞങ്ങളുടെ വേലസ്ഥല നോയിഡയ്ക്ക് അടുത്താണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരന്, അദ്ദേഹത്തിന്റെ സഹോദരി കുടുംബം ഒക്കെ ഞങ്ങളെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ഈ പ്രിയപ്പെട്ടവരെ കണ്ട് സ്നേഹിക്കുന്നവരാണ്. എനിക്ക് ഒറ്റ കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ, നമ്മൾ ആത്മാർത്ഥതയുള്ളവരായിരിക്കണം. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി രാവും പകലും അഹോരാത്രം അധ്വാനിപ്പാനുള്ള ഒരു വലിയ മനസ്സ് നമുക്കുണ്ടാകണം. നിങ്ങൾ ഒരിക്കലെങ്കിലും ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന മിഷണറി വര്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ആഫ്രിക്കയുടെ ഇരുണ്ട ഭൂഖണ്ഡത്തിലേക്ക് വിശ്വാസത്തിന് വേണ്ടി താൻ ഉറച്ചു നിന്ന് ഇംഗ്ലണ്ടിലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ദൈവമേ, എന്നെ നീ പ്രകാരം അയക്കണമേ. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് പ്രാർത്ഥനയുണ്ട്. അതിപ്രകാരമാണ്: The haunting specter of the smoke of 1,000 villages in the morning sun is burned within my heart. അത് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്. അതായത് ആഫ്രിക്കയിലെ ഇരുണ്ട ഭൂഖണ്ഡത്തിന്റെ 1000 വരുന്ന ഗ്രാമങ്ങളിൽ നിന്നുള്ളതായ രാവിലെ സമയത്തെ പുക, അവരുടെ കുടലുകളിൽ നിന്ന് ഉയരുന്ന പുക
എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. ദൈവം ചൂടക്ഷരത്തിൽ കൊത്തിച്ചേർത്തിരിക്കുകയാണ്. എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. ഈ 1000 കുടിലുകളിൽ നിന്ന് ഉയരുന്നതായ പുക, എനിക്കറിയാം യേശുവിന്റെ സ്നേഹം ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ആഫ്രിക്കൻ വംശജരെ ഗോത്രങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട്, അദ്ദേഹത്തിന് ഏറ്റവും വിശ്വവിഖ്യാതമായ ഒരു പ്രാർത്ഥനയുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: ലോർഡ്, സെൻഡ് മീ എനിവെയർ, ഓൺലി ഗോ വിത്ത് മീ, ലേ എനി ബർഡൻ ഓൺ മീ, but sustain me. Sever any ties, but the ties that bind me to your services and to your heart. കർത്താവേ, എന്നെ എവിടെ അയച്ചാലും അങ്ങ് എന്നോട് കൂടെ പോരണമേ. കർത്താവേ, എന്ത് ഭാരം എന്റെ ചുമലിൽ വെച്ചാലും അത് വഹിക്കുവാനുള്ള ശക്തി എനിക്ക് നൽകണമേ. ലോകത്തിലുള്ള സകല ബന്ധങ്ങളും എന്നിൽ നിന്ന് അറ്റുപോകട്ടെ. എന്നാൽ എന്റെ ഹൃദയത്തെ യേശുവിന്റെ ഹൃദയത്തോടും യേശുവിന്റെ ശുശ്രൂഷയോടും കൂടെ ബന്ധിപ്പിക്കുന്ന ആ ബന്ധം മാത്രം നിലനിൽക്കണമേ. ചരിത്രം അദ്ദേഹത്തെ കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിലേക്ക് ചെന്ന് അവിടെ ഒരു സിംഹം താൻ വനാന്തരത്തിൽ കൂടെ പോകുമ്പോൾ ആക്രമിക്കുവാൻ കടന്നു വന്നു. സിംഹത്തോട് പടപൊരുതി ജയിക്കേണ്ടി വന്നു. ഒരു ഫ്രീക്ക് ആക്സിഡന്റിൽ തന്റെ ഒരു കണ്ണിന്റെ കാഴ്ച തനിക്ക് നഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, താന് ജീവിതത്തിൽ ഏറ്റവും സ്നേഹിച്ച തന്റെ ഭാര്യ ആഫ്രിക്കയിൽ വെച്ച് മരിക്കുന്നു. ശവമടക്കാൻ പോലും കൂടെ ആരുമില്ല, വിശ്വാസികൾ ആരുമില്ല. തന്റെ ഭാര്യയെ, താൻ സ്നേഹിച്ച തന്റെ ഭാര്യയെ കുഴി തോണ്ടി അവിടെ കുഴിച്ചിട്ടു. ആഫ്രിക്കയുടെ മണ്ണിൽ മണ്ണ് വാരിയിട്ട് മൂടിയിട്ട് അവിടെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് താൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കണ്ണുനീരോടുകൂടെ ആഫ്രിക്കയുടെ മണ്ണിന് വേണ്ടി. അപ്പോഴും തനിക്ക് നഷ്ടപ്പെട്ട തന്റെ പ്രിയ ഭാര്യയെ മാത്രം ഓർത്തായിരുന്നില്ല തന്റെ പ്രാർത്ഥന. താൻ ഇങ്ങനെ കണ്ണുനീരോടുകൂടെ മുട്ടിന്മേൽ ഇതുകൊണ്ട് ആ മൺകൂനയുടെ മേൽ കൈകൾ രണ്ടും എടുത്തു വെച്ചിട്ട് താൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇതൊരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തെയും അടിമുടി മാറ്റിമറിക്കുവാൻ പര്യാപ്തമായിരിക്കും. മൈ ജീസസ്, മൈ കിങ്, my life, my all in all, I again consecrate my life to you. എന്റെ യേശുവേ, എന്റെ രാജാവേ, എന്റെ ജീവനായുള്ളവേ, വീണ്ടും ഈ പ്രത്യേക മുഹൂർത്തത്തിൽ എന്റെ ജീവനെ ഞാൻ അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു. ദൈവത്തിന് പ്രാർത്ഥിക്കുകയാണ്. I shall place no value in anything that I possess. എന്റെ കൈവശം നീ ഏൽപ്പിച്ചു തന്ന സമ്പത്തിലോ ഒന്നിനും ഞാൻ അതിനൊന്നും അമിത മൂല്യം കൽപ്പിക്കുന്നില്ല. Except as it relates to your kingdom and to your service. നിന്റെ രാജ്യത്തോടുള്ള ബന്ധത്തിലല്ലാതെ, നിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലല്ലാതെ എനിക്കുള്ളതൊന്നിനും ഞാൻ അമിതമായ അർത്ഥമോ വിലയോ കൽപ്പിക്കുന്നില്ല. അദ്ദേഹം പിന്നെ ഇങ്ങനെ തന്നെ ഡയറി കുറിപ്പിൽ എഴുതുകയാണ്: ഈ പ്രതിസന്ധികളുടെ എല്ലാം നടുവിൽ എനിക്ക് യേശുവിന്റെ വചനം വെളിപ്പെട്ടു വന്നത് ഇങ്ങനെയാണ്: ലോ, ഐ ആം വിത്ത് യു ഓൾവേസ് ഈവൻ unto the end of the world. ഇതിലൊക്കെ തമ്പുരാന്റെ വചനം എന്റെ അടുത്തേക്ക് വന്നത് കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാം, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം. വാത്സല്യ സഹോദരങ്ങളെ, നമ്മോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ അരുമനാഥന്റെ വാക്തത്വം നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നവനായാലും, ഏത് പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നവനായാലും, വാക്ക് പറഞ്ഞവൻ മാറുകയില്ല, വാക്തത്വം ചെയ്തവൻ വാക്തത്വം നീക്കിക്കളയുകയില്ല. കൈക്ക് പിടിക്കാമെന്ന് പറഞ്ഞവൻ കരത്തിന് പിടിച്ചുകൊണ്ടേ നിങ്ങളെ മുന്നോട്ട് നടത്തും. കർത്താവിന്റെ വേലയിൽ നിങ്ങളായിരുന്ന് പ്രതിസന്ധിയിലായിരിക്കുന്നുവെങ്കില്, പ്രതികൂലത്തിലായിരിക്കുന്നുവെങ്കില്, സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കുന്നുവെങ്കില്, കണ്ണുനീർ താഴ്വരയിൽ കൂടെയാണ് പോകുന്നതെങ്കില്, രോഗത്തിന്റെ പ്രതിസന്ധിയിലാണെങ്കില്, വേറെ ഏതെങ്കിലും ജീവിതത്തിന്റെ
സന്ദിഗ്ധ ഘട്ടങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. തന്റെ വാഗ്ദത്തം അന്നും ഇന്നും എന്നും ഒരേപോലെ നിൽക്കുന്നതാണ്. താനിട്ട അടിസ്ഥാനം സുസ്ഥിരമായിരിക്കും, ഒരിക്കലും മാറിപ്പോവുകയില്ല. വാക്ക് പറഞ്ഞാൽ ഒരിക്കലും മാറാത്ത ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായി കർത്താവിനെ സേവിക്കാം. മൂന്നാമത്തെ കാര്യം പറയുവാൻ സമയമില്ല. ദ ഗ്രേറ്റ് കമ്പാഷൻ. നമ്മളെ ആർദ്രതയോടെ കാണുന്ന, നമ്മെ സ്നേഹത്തോടെ കാണുന്ന ഒരു കർത്താവ്. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ എന്നെ കാണുവാൻ വന്നു. എന്റെ സഹോദരങ്ങളെ, നാം കർത്താവിന് വേണ്ടി ചെയ്യുന്നതൊന്നും മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല ചെയ്യുന്നത്. ഒരു മിനിസ്ട്രിയുടെ ആവശ്യത്തിൽ മാത്രമല്ല, ഒരു കൂട്ടു സഹോദരന്റെ ആവശ്യത്തിൽ മാത്രമല്ല നാം ചെയ്യുന്നത്. പിന്നെയോ നാം ചെയ്യുന്നത് മുഴുവനും കർത്താവിന് വേണ്ടി ചെയ്യുകയാണ്. നിങ്ങൾ എന്ത് ചെയ്താലും, തിന്നാലും കുടിച്ചാലും, എന്ത് ചെയ്താലും അവിടുത്തെ മഹത്വത്തിനായി ചെയ്യുവാൻ കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം ചെയ്യുന്നതെല്ലാം ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് കൈത്താങ്ങൽ കൊടുക്കുവാൻ കഴിയുമ്പോൾ നിങ്ങൾ കൈത്താങ്ങൽ കൊടുക്കണം. ഒരു വ്യക്തിക്ക് സഹായം ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമ്പോൾ നിങ്ങൾ സഹായം ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു സുവിശേഷകനെ സഹായിക്കാൻ നിങ്ങൾക്ക് പ്രാപ്തിയുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. നിങ്ങൾ സുവിശേഷവുമായി പോകാൻ താല്പര്യമുള്ളവർ അത് ചെയ്യണം. നിങ്ങൾ ജീവിതത്തെ ഒരു വലിയ ആഴത്തിലേക്കുള്ള സമർപ്പണത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യണം. ദൈവസഭയുടെ ദൗത്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അതെ, നഷ്ടപ്പെട്ടു പോയവനെ തിരിച്ചു പിടിക്കുന്നതാണ്. വീണ് കിടക്കുന്നതിനെ കൈത്താങ്ങൽ കൊടുത്ത് എഴുന്നേൽപ്പിക്കുന്നതാണ്. The church should go after the lost, the least and the last. എന്ന് വെച്ചാൽ ഏറ്റവും അവസാനത്തതിന്റെ വരെയും സുവിശേഷം കൊണ്ട് എത്തിക്കുന്നതായിരിക്കണം. സഭയുടെ ദൗത്യം നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ പിടിക്കുന്നതായിരിക്കണം. സഭയുടെ സുവിശേഷം ഈ എളിയവരിൽ ഒരുത്തനെ ചേർത്ത് പിടിക്കുന്നതാകണം. അതാ സുവിശേഷം, അതാണ് സുവിശേഷ വേല. ആദ്യമൊക്കെ എനിക്ക് പ്രയാസമായിരുന്നു. 1977 ഞാൻ ആദ്യമായി വടക്കേ ഇന്ത്യയിൽ പോകുന്നത്. വലിയ പ്രയാസമായിരുന്നു. കാരണം ജീവിതത്തിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ളവർ, അവര് മാത്രം ആ സുവിശേഷത്തിന് ചെവി തരാൻ തയ്യാറായിരുന്നവര്. അവരുടെ ഇടയിലേക്ക് ഇറങ്ങിയപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിച്ചു കുടിക്കുവാൻ, അവരുടെ വീട്ടിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ ആഹാരം കഴിക്കുവാൻ, ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു. സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവര് ഒരിക്കലും മറ്റു സമൂഹത്തിലുള്ളവർ അവരുടെ ഭവനത്തിലേക്ക് പോകുവാൻ തയ്യാറല്ലായിരുന്നു. എന്നാൽ ആ സമയത്ത് ദൈവത്തിന്റെ പ്രത്യേക കൃപ ഞങ്ങളുടെ മേൽ പകർന്ന് അവരെ ചേർത്ത് പിടിക്കുവാൻ, അവരെ ഒപ്പം നിർത്തുവാൻ, അവരെ ട്രെയിൻ ചെയ്ത് അവരുടെ മക്കളിൽ നിന്ന് ഞങ്ങളോടുകൂടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ പ്രാപ്തരാക്കി. ദൈവത്തിന്റെ മഹാകരുണയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ നിയോഗം എന്താണ്? നമ്മുടെ ദൗത്യം എന്താണ്? ദൈവസഭയുടെ ദൗത്യം റീച്ചിങ് ദ ലോസ്റ്റ്, ദ ലാസ്റ്റ് ആൻഡ് ദ ലീസ്റ്റ്. ഒന്നുമല്ലാത്തതിനെ, നഷ്ടപ്പെട്ടു പോയതിനെ, ഒടുക്കത്തതിനെ തിരഞ്ഞു പിടിച്ച് കൂടെ നിർത്തുന്നതാണ്. ദൈവരാജ്യത്തിന്റെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വെളിച്ചത്തിൽ തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്നതാണ് സഭയുടെ ദൗത്യം. അതായിരിക്കണം സഭയുടെ ദൗത്യം. അത് മാത്രമേ സഭയുടെ ദൗത്യമാകാവൂ. ബാക്കിയെല്ലാം രാഷ്ട്രീയമാണ്. ദൈവസഭയുടെ ദൗത്യം മറന്ന് ഉള്ളൊരു കളിക്ക് നിങ്ങൾ പോകരുത്. സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവിന് വേണ്ടിയുള്ള കാഹളധ്വനിയുടെ ശബ്ദം നാം കേൾക്കാറായിരിക്കുന്നു. നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിന്റെ ആ വചനം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കവിഞ്ഞു പുറത്തേക്ക് വരട്ടെ. മുൻപേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കുവാനുള്ള ഒരു ത്വര നമ്മൾ ആകർഷണമായി തോന്നട്ടെ. ഡേവിഡ് ലിവിങ്സ്റ്റൺ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടല്ലാതെ, അങ്ങയുടെ സ്നേഹത്തിലേക്ക് അല്ലാതെ ഈ ലോകത്തിലുള്ളതൊന്നും ഞാൻ വിലപ്പെട്ടതായി കാണുന്നില്ല. പൗലോസ് പറയുന്നത്, എന്റെ ജീവനെ പോലും ഞാൻ വിലപ്പെട്ടതായി കാണുന്നില്ല, എന്റെ സമ്പത്തിനെ ഞാൻ വിലപ്പെട്ടതായി കാണുന്നില്ല, എന്റെ സുഖ സൗകര്യങ്ങളെ, എന്റെ കംഫർട്ട് സോണിനെ ഞാൻ വിലപ്പെട്ടതായി കാണുന്നില്ല. ഞങ്ങളുടെ സ്വർഗപിതാവേ, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഈ സമയം ഞങ്ങളുടെ കേൾവിക്കാരായി എത്രയോ പേർ ഞങ്ങളോടൊപ്പം ലൈവിലും അല്ലാതെയും തുടർമാനമായി ഈ സന്ദേശം കേൾക്കും.
ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അവർക്ക് സൗഖ്യം വരട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യവും വിടുതലും ഉണ്ടാകട്ടെ. ദൈവവചനം ഞങ്ങളുടെ ഉള്ളിന്റെ അകത്തളത്തിൽ കത്തി ജ്വലിക്കട്ടെ. അതൊരു വലിയ തീപ്പന്തമായി ഞങ്ങളെ ജ്വലിപ്പിക്കട്ടെ. തലമുറയിൽ യേശുവിന്റെ സുവിശേഷവുമായി പോയിട്ടില്ലാത്തടത്ത് പോകുവാനും, ആരും എത്തിയിട്ടില്ലാത്തടത്ത് എത്തപ്പെടുവാനും, ആരും കേട്ടിട്ടില്ലാത്തവരെ കേൾപ്പിക്കുവാനും ക്രൂശിന്റെ സന്ദേശം ഞങ്ങളുടെ കയ്യിൽ കർത്താവെ അങ്ങ് തന്നിരിക്കുകയാണ്. അത് ഉപയോഗിക്കുവാൻ കൃപ നൽകണം. അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ ശക്തീകരിക്കണം. ഇന്ത്യ ഹാർട്ട്ലാൻഡ് മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ പ്രസാദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്റെ കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്റെ കുടുംബത്തിന്റെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പിതാവിനെ കർത്താവ് സഹായിക്കണം. അങ്ങയുടെ കൃപയിൽ പൊതിയണം. ഞങ്ങളുടെ കേൾവിക്കാരെ ഓരോരുത്തരെയും സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഞങ്ങളെ ശ്രമിച്ചതിന് വളരെ 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 നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.